എന്റെ പ്രിയമുള്ളവരെ, നരകം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു ഭയാനകമായ ശബ്ദം കേട്ടു. സ്വഹാബത്തൊക്കെ പേടിച്ച് വിറച്ചുപോയി. വല്ലാത്ത ശബ്ദം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബ, ഈ ശബ്ദം കേട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയില്ല നബിയെ. അല്ലാഹു റസൂലുഹു അലം. നബി, അല്ലാഹുവിന്റെ റസൂലിനെ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് അറിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദാ ഹജറുൻ, അതൊരു കല്ല് വന്നു വീണ ശബ്ദമാണ്. ഒരു കല്ല് വന്നു വീണ ശബ്ദമായി. ഏത് കല്ല്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിന്റെ മുകളിൽ നിന്നിട്ട് ഒരു മലക്ക് ഒരു കല്ലെടുത്ത് താഴേക്കിട്ടു. എപ്പോ? 70,000 കൊല്ലം മുമ്പ്. 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്ക് ഒരു കല്ലെടുത്ത് അങ്ങോട്ട് താഴോട്ടിട്ട്. ഇപ്പൊ കിണറ്റിയിടുന്ന പോലെ, കിണറ്റിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് നമ്മൾ താഴേക്കിടുന്നത് പോലെ നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കിട്ടു. ആ കല്ല് 70,000 കൊല്ലമെടുത്തു താഴെ വന്ന് വീഴാൻ. ആ കല്ല് താഴെ വന്ന് വീണ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആഴത്ര ഉണ്ടാകും. എടാ, ഒരു കല്ല് താഴെ കിട്ടപ്പോ ആ കല്ല് താഴെ വന്ന് വീഴാൻ 70,000 വർഷമെടുത്തെങ്കിൽ ഇപ്പൊ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് ചോദിക്കും, ഈ ലോകത്തുള്ളവരെയൊക്കെ ഇടാൻ ഇപ്പൊ നരകം എന്തോ എത്ര വലുതാണ് അല്ലേ? ഈ ലോകത്തുള്ളവരെ മുഴുവനും പിടിച്ച് നരകത്തിലാണ്. നരകത്തിൽ എടാ, നിന്റെ ഉമ്മയുടെ ഗർഭാശയം എത്രയുണ്ട്? ഉമ്മയുടെ വയറെത്രയുണ്ട്? അതിനകത്തല്ലേ നമ്മളൊക്കെ കടന്നത്? അതെങ്ങനെ വന്നു നമ്മളതിനകത്ത് കിടക്കാൻ പറ്റുന്നത്? ഉമ്മാടെ ഗർഭാശയത്തിന്റെ അകത്ത്. എന്തിന്? എത്ര കോടിക്കണക്കിന് പേര് ഹജ്ജിന് പോയാലും അറഫയുടെ മൈതാനയിൽ അള്ളാഹ് ആ ചെറിയ സ്ഥലം കണ്ടിട്ടുണ്ടോ? അള്ളാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അവിടെ പോയി നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ പോയി നിൽക്കണം. കാരണം എന്തെന്നറിയോ? ചില പാപങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ തൗബ കൊണ്ട് പൊറുക്കും. 3 രീതിയിലാണ് ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നത്. ഒന്നാമത്തെ പാപം, ഒരു മനുഷ്യൻ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപം പൊറുക്കും. നമുക്കിത് പഠിക്കാം. ചില സൽക്കർമ്മങ്ങൾ പൊറുക്കുന്നത്, ചില പാപങ്ങൾ പൊറുക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാപം പൊറുക്കും. 2, തൗബ ചെയ്താൽ ചില പാപം പൊറുക്കും. 3, ചില പാപം പൊറുക്കണമെങ്കിൽ അത് അറഫയിലെ പൊറുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ ചെയ്ത ചില പാപം പൊറുക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം. അള്ളാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. കോടിക്കണക്കിന് ജനം പോയാലും ആ അറഫയിൽ ആളുകൊള്ളും. കാരണം ഉമ്മയുടെ ഗർഭാശയം വിശാലമാകുന്നത് പോലെ അറഫ അങ്ങ് വിശാലമാകുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ വിശാലതയെ കുറിച്ചാണ് പഠിപ്പിച്ചേ. അപ്പൊ ആ നരകത്തിലേക്ക് നമ്മൾ അടുക്കും, സ്വർഗത്തിൽ നിന്ന് അകലും. 4, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തെറ്റ് ചെയ്യുന്നതിലൂടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കുകയാണ്. വീടി വലിക്കുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വലിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഏത് സാധനം കഴിക്കുമ്പോഴും എഴുതി വെച്ചിട്ടില്ലേ? ശംഭു ആവട്ടെ, തുളസി ആവട്ടെ, എന്തോ ആകട്ടെ, എന്തിലും എഴുതി വെച്ചിട്ടുണ്ട് ഇത് നല്ലതല്ല. എന്നാ അടിക്കുന്നതിൽ വല്ല കുറവുണ്ടോ? എല്ലാരും അടിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നിന്റെ ശരീരത്തിനെ നജസാക്കുകയാ, നിന്റെ ശരീരത്തിനെ നജസാക്കുകയാ. ഇത് ദുരന്തമല്ലേ സഹോദരാ? ഇതല്ലേ ഏറ്റവും വലിയ ദുരന്തം? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അടുത്ത ദുരന്തം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ വെറുപ്പിക്കുകയാ. പാപം ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബിന്റെ മലക്കുകളുടെ ശാപം നമ്മൾ പിടിച്ചു വെക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവേ നമ്മളെ സൂക്ഷിക്കാൻ അല്ലാഹു വിട്ടിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ. ഞാൻ കള്ളു കുടിച്ചാൽ ആ മലക്കുകൾ അത് കാണുന്നില്ലേ? ഞാൻ വ്യഭിചരിച്ചാൽ അത് കാണുന്നില്ലേ? ഞാൻ പലിശ തിന്നാൽ അത് കാണുന്നില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ അതിന് സാക്ഷിയല്ലേ? ഞാൻ കള്ളു കുടിക്കുമ്പോ എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ സാക്ഷിയല്ലേ? പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഒരു മനുഷ്യന്റെ മരണമെടുത്താൽ ആദ്യമായിട്ട് കരയുന്നതാരെന്നറിയുമോ?
ആദ്യമായിട്ട് കരയുന്നത്. അഹങ്കരിച്ച് നടന്ന ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ട ഇടതുഭാഗത്തിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, ഒരു നല്ല മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ മരണം അങ്ങ് അടുക്കുമ്പോ, റൂഹ് പിടിക്കാൻ സമയമാകുമ്പോ, ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ വലതുഭാഗത്തിരുന്ന മലക്കിറങ്ങി നിന്ന് കരയുകയാണ്. ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ, അല്ലാഹുവേ നല്ലവനായ സിറാജ് പോയല്ലോ അല്ലാ, ഞങ്ങളുടെ കൂട്ടുകാരൻ മരണപ്പെട്ടല്ലോ, അവൻ നിസ്കാരത്തിൽ ഞങ്ങളെ സാക്ഷിയാക്കിയവനാണ്, ഇൽമിന്റെ മജ്ലിസുകളിൽ സാക്ഷിയാക്കിയവനാണ്, ഒരുപാട് സൽക്കർമ്മങ്ങളിൽ ഞങ്ങളെ സാക്ഷിയാക്കിയവനാണ്, അവൻ മരണപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ കരയുകയാണ്. അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു, സിറാജിനെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നോ മലക്കുകളെ? അവര് പറയുന്നു, റബ്ബേ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു തമ്പുരാന്, എങ്കിലും നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ ദുനിയാവിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യ്. ആർക്ക് വേണ്ടി? കൂട്ടുകാരന് വേണ്ടി, നിങ്ങൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യ്. മലക്കുകൾ ഇബാദത്ത് ചെയ്യുകയാണ്. ഖബറിൽ കടന്നാലും എന്റെ ചുമലിരുന്ന മലക്കുകൾ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാ. അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്നവൻ മരിച്ചാ ചുമലിലിരിക്കുന്ന മലക്കുകൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, ഇവൻ ചത്തുപോയല്ല റബ്ബേ, ഇവൻ ചത്തുപോയല്ല റബ്ബേ, നിന്നെ സ്തുതിക്കുന്ന പടച്ചവരെ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ, ഇവൻ കള്ള് ഷാപ്പിൽ ഞങ്ങളെ കൊണ്ടുപോയി പടച്ചവരെ, വ്യഭിചാരശാലയിൽ കൊണ്ടുപോയി പടച്ചവരെ, വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പടച്ചവരെ, ഞങ്ങളെ ഒരുപാട് പാപങ്ങളിൽ സാക്ഷിയാക്കിയവനാണല്ലാ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ. നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളെ നമുക്ക് എതിരായി ദുആ ചെയ്യുമെന്ന് മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുമ്പോ അതിനേക്കാളും വലിയ ദുരന്തമെന്താണ്? അതിനേക്കാളും വലിയ ദുരന്തമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രാത്രിയും പകലും അല്ലാഹുവേ നിനക്ക് എതിരാവുകയാണ്. പകല് പാപം ചെയ്താ പകല് നിനക്കെതിരാവുകയാണ്, രാത്രി പാപം ചെയ്താ രാത്രി നിനക്ക് എതിരാവുകയാണ്. അങ്ങനെ രാവും പകലും നിന്നെ കൈയൊഴിയുകയാണ്. പത്താമത്തെ ദുരന്തം എന്തെന്നറിയോ? റസൂലുള്ളാഹി പറയുകയാ, പത്താമത്തെ ദുരന്തമെന്താ? ഈ പത്തനാപുരത്തുകാരനായ ഞാൻ ഇവിടെ ഇരുന്ന് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മദീനത്തു പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുത്തുനബി അറിയുമല്ലോ, ആ മുത്തുനബി അറിയുമല്ലോ, ആ മുത്തുനബി പോലും എന്നെ കൈവിടുമല്ലോ, ആ പ്രവാചകൻ എന്നെ കൈയൊഴിയുമല്ലോ, ആ പ്രവാചകൻ എന്നോട് ദേഷ്യപ്പെട്ട പടച്ചവനെ ആരാരും സഹായിക്കാറില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് എന്റെ കയ്യിൽ പിടിക്കാൻ ആരാവുള്ളത്? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആരാവുള്ളത്? മുത്തുനബിയുടെ ചാരത്തേക്ക്, ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് ഓടിച്ചെല്ലുമ്പോ റസൂലുള്ളാഹി എങ്ങാണ് മാറ്റി ഓടിച്ചാ പടച്ചവരെ നമ്മളെക്കാളും വലിയ നഷ്ടവാളിയാരാ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും വലിയ ദുരന്തം ഇതാണ്, ഏറ്റവും വലിയ ദുരന്തം ഇതാണ്. പത്താമത്തെ ദുരന്തമെന്ത് സഹോദരാ? ഏറ്റവും വലിയ ദുരന്തമെന്ത്? പത്താമത്തെ ദുരന്തമെന്താണ്? അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. എന്റെ മുന്നിൽ ഉറപ്പായിട്ടും വരും. ഇരിക്കുന്ന അൻസാരിയാകട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ, ഇരിക്കുന്ന നിങ്ങളാകട്ടെ, ഓരോ മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിൽ ഫകസഫിനാ അൻക ഇതാക ഫബസറുകൽ യൗമ ഹദീദ്. സെക്രട്ടറി ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, ഇമാം ആകട്ടെ, മുഅദ്ദിൻ ആകട്ടെ, ഏതൊരു മനുഷ്യന്റെ മുന്നിലാണെങ്കിലും അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമല്ലോ. എന്നിട്ട് തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അല്ലാഹുവേ,
മലക്കുകൾ ഇങ്ങനെ 70,000 ഇറങ്ങി വരുന്നത്. 1-2 മലക്കുകളല്ല, 70 മുതൽ 70,000 വരെ. സിറാജിന്റെ റൂഹ് പിടിക്കാൻ ഒരു കാറ്റടിച്ചാനാ താഴെ വീഴും. ആരോഗ്യമുള്ളവരെ കൈയുയർത്തിയൊന്നടിച്ചാ താഴെ വീഴുന്ന എന്റെ റൂഹ് പിടിക്കാൻ 70,000 മലക്കുകള്. പടച്ചവനെ അതാ കാല് പിടിക്കുന്നത് ഒരു വിഭാഗം, 2 കാലും പിടിക്കുന്നു, കൈകൾ പിടിക്കുന്നു. മരിക്കുന്നവൻ അനങ്ങാത്തതിന്റെ കാരണം അതാ മോനെ, ഒരു കോഴിക്കുഞ്ഞിനെ അറുത്തിട്ടാ കടന്നു പിടയുമല്ലോ, കൈകാലുകൾ അടിക്കുമല്ലോ. കണ്ടാസ്വദിക്കുന്ന മനുഷ്യ അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പോകുമ്പോ പടച്ചവനെ തലയിട്ടടിച്ചടിച്ച് അതിന്റെ കണ്ണവസാനം ഇങ്ങനെ അടയുന്നത് നോക്കി ചിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ മോനെ, കണ്ണിലൂടെ ഇങ്ങനെ റൂഹിറങ്ങി പോകുന്ന രംഗമുണ്ടല്ലോ. എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ട്. ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണോ സഹോദരാ? വെള്ളിയാഴ്ച രാവിലൊക്കെ ഓരോ മനുഷ്യൻ മരണപ്പെടുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ? ചിലരൊക്കെ വെള്ളിയാഴ്ച മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ? മോനെ, നിനക്കൊരു നല്ല മരണം കിട്ടുമോ ചെറുപ്പക്കാരാ? മോനെ, ഏറ്റവും വലിയ ദുരന്തം ഈമാനില്ലാത്ത ദുരന്തമാ. ഈമാനില്ലാത്ത മരണം ഒരു വലിയ ദുരന്തമാ സഹോദരാ. അവനെക്കാളും വലിയ നഷ്ടവാളിയില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തവനെക്കാളും വലിയ നഷ്ടവാളിയാരാ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ വിജയാരെന്നറിയോ? പണവും അധികാരവും ഉള്ളവനല്ല. ഏറ്റവും വലിയ വിജയാരെന്നറിയോ? അവസാനം നന്നാക്കുന്നവനാ, ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം കിട്ടിയവനാ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഈ 10 ദുരന്തങ്ങളാണ്. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യുമ്പോ അവന് സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അസദ്ദുൽ ഫർഹ ബി തൗബത്തി അബ്ദി. ഒരടിമ അല്ലാഹുവിനോട് തൗബ ചെയ്യുമ്പോ അല്ലാഹു വല്ലാതെ സന്തോഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോ അല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗബ ചെയ്ത് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാപമോചനം എന്തിനും ഏത് നല്ല കാര്യം ചെയ്താലും അതിന് പ്രതിഫലം എന്താ? സ്വർഗം പിന്നാവട്ടെ. ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഏത് നല്ല കാര്യം ചെയ്താലും ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് തരുന്ന സമ്മാനം എന്താ? പാപമോചനം. അതാ നിങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവൻ ആദ്യം പറയേണ്ട എന്താ? ഷഹാദത്ത് കലിമ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവൻ ഷഹാദത്ത് കലിമ പറയണം. ആ ഷഹാദത്ത് കലിമ പറയുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? സ്വർഗ്ഗം. അത് പോട്ടെ, ഒരാൾ ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ആ പറയുന്നതിലൂടെ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം. ഒരാൾ അല്ലാഹുവേ പടച്ച റബ്ബിന്റെ ദീനിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, അത് പറയുന്നതിന് മുമ്പ് വരെ തന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന അതിനു മുമ്പ് എത്ര വലിയ ദ്രോഹം ചെയ്തവനാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ കരളും കൂമ്പും വരെ വലിച്ചു പറിച്ച് ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, വഹ്ശിയുണ്ടല്ലോ, അത്രയും വലിയ റസൂലുള്ള ഇതുപോലെ വേദനിച്ച രംഗമില്ല. ആ സ്വഹാബി വരെ ദീനിലേക്ക് കടന്നു വന്നില്ലേ? അതിനു മുമ്പ് ചെയ്തത് മുഴുവനും അല്ലാഹു പുറത്തു കൊടുത്തെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അറിയണോ? ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗത്തിൽ പോയ ഒരു സഹാബിയുണ്ട്. ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ
പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞല്ലോ അമലുഹു കലീൽ. റസൂലുള്ളാഹി പറയുകയാ അമലുഹു കലീൽ വഅജ്റുഹു കസീർ. ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗത്തിൽ പോയ സ്വഹാബി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്, ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ വരുന്ന, മുഹമ്മദേ എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു, റസൂലുള്ളാഹിയോട് പറഞ്ഞു എനിക്ക് മുസ്ലിമാകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ യുദ്ധം നടക്കുന്ന രണാങ്കണത്തില് ഒരു മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് മുത്തുനബിയോട് മുസ്ലിമാകണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞു. അവിടുന്ന് റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്ന് മുസ്ലിമായി. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു, നബിയേ യുദ്ധത്തിൽ ഷഹീദായ എന്ത് കിട്ടും നബിയേ? റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ആയില്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഈ രണാങ്കണത്തിൽ ഷഹീദായ സ്വർഗ്ഗം കിട്ടും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമായ സഹാബി ഉണ്ടല്ലോ, ഓതാ വാളും എടുത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് പോകുകയാ. വാളും എടുത്തുകൊണ്ട് ശത്രുക്കളുടെ നടുവിലേക്ക് അതാ പാഞ്ഞു കയറുകയാണ്. ഒരു നിമിഷം മുമ്പ് വരെ തന്റെ കൂടെ നിന്നവന് പെട്ടെന്ന് കൂറുമാറിയല്ലോ. തന്റെ കൂടെ യുദ്ധക്കളത്തിൽ നിന്നവന് പെട്ടെന്ന് മുഹമ്മദ് നബിയുടെ ചാരത്ത് പോയി മുസ്ലിമായിട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ശത്രുക്കൾ നാലു ഭാഗത്ത് നിന്ന് വളഞ്ഞിട്ട് വെട്ടിഞ്ഞുറുക്കുകയാ. സുബ്ഹാനല്ലാഹ്. മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നു കൊണ്ടുവരികയാ. മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നു കൊണ്ടുവരികയാ. ആരെയെന്നറിയോ? ഒരു മിനിറ്റ് മുമ്പ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പോയ സ്വഹാബി, ഒരു മിനിറ്റ് മുമ്പ് മുസ്ലിമായിട്ട് പോയ സ്വഹാബി. ആ സഹാബിയുടെ ജനാസ കൊണ്ടുവന്നപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ അമലുഹു കലീൽ. അമലു കുറച്ചേ ഉള്ളൂ. ഒരുപാട് നിസ്കാരമില്ല, ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു നോമ്പ് പോലും പിടിച്ചിട്ടില്ല, ഒരു ദിക്ർ പോലും പറഞ്ഞിട്ടില്ല, ഒരു സുജൂദ് പോലും ചെയ്യാത്ത മനുഷ്യന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഷഹീദായിട്ട് തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു അമല് ചെറുതാ, പക്ഷേ പ്രതിഫലം വലുതാണ് സഹാബാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നുപോയെന്ന ചരിത്രം പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ തെള്ളി നീക്കാറുള്ളതല്ല, തസ്ബീഹ് എടുത്ത് വെച്ച് ചിരിച്ചും കളിച്ചും പറയാറുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അവന്റെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒറ്റ മിനിറ്റ് നിങ്ങൾ ചിന്തിക്ക്, ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗ്ഗത്തിൽ പോയ സഹാബി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ വേണം, അതാ മനുഷ്യന്മാര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് മുസ്ലിം ആകണം, എന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. യുദ്ധത്തിൽ പോയാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടും. വാള് കൊടുത്തോട്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോ തൊട്ട് മിനിറ്റ് മുമ്പ് വരെ കൂടെ നിന്നവൻ കൂറുമാറി തിരിഞ്ഞു വരാ. വിടുവോ? മിനിറ്റുകൾക്കുള്ളിൽ കൊണ്ടുവന്നു. അല്ലാഹുവേ സ്വർഗ്ഗത്തിലേക്ക് പറന്നുപോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ ഷഹിദ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് യുസദ്ദിഖു ഖൽബഹു ലിസാനഹു ദഖല മിൻ അബ്വാബി ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും അവന് സ്വർഗ്ഗത്തിൽ കയറി പോകാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും കയറി പോകാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാർ, നരകത്തിന്റെ തീ അവനെ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് ആ ദിക്റിന്റെ മഹത്വം, അതാണ് ആ ദിക്റിന്റെ മഹത്വം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നാളെ ഈ ദിക്ർ ഇത് പറയാത്തവന്മാര് മുഴുവനും വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കുന്ന ഒരു രംഗമുണ്ട്. എടാ, കള്ളുകുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, എത്ര വലിയ വൃത്തികെട്ടവനാകട്ടെ, പക്ഷെ അവന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാഹുവിന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഓൻ എന്നെങ്കിലും ഒരു കാലത്ത് സ്വർഗത്തിൽ പോകും. അപ്പോഴാണ് ഇത് പറയാത്ത മഹാന്മാരൊക്കെ പറയണത്, ഇതൊക്കെ പറയാൻ പോലും പറ്റിയില്ലല്ലോ അല്ലാഹ്. അവിടെ വെച്ചാണ് പൊളിച്ചവനും വറുത്തവനൊക്കെ പറയുക, അവിടെ വെച്ചാണ് ഇവരൊക്കെ പറയുന്നത്, ഇതൊന്നും പുതിയ ദുനിയാവി വെച്ച് ഒരു വട്ടം ഒന്ന് പറയാൻ പറ്റില്ലല്ലോ പടച്ചോനെ എന്ന് വായിക്കകത്ത് കൈവച്ച് കടിക്കുന്ന രംഗം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് തന്നെ പറഞ്ഞത് എന്നെ നശിപ്പിച്ച് കളഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെയാണ്. ഞാൻ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും, അവരെ ഞാൻ അങ്ങനെ പിഴപ്പിക്കാൻ നോക്കുമ്പോൾ അവന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്നെ നശിപ്പിച്ച് കളയാ. മീസാനിലെ ഏറ്റവും ഭാരമുള്ള വസ്തുവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കരുത്. അതേ ഉള്ളൂ, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പറ. അത് മീസാൻ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുകയാണ്. ഷഹാദത്ത് കലിമ പറഞ്ഞാൽ പാപം പൊറുക്കുന്നു. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 നേരം നിസ്കരിച്ച സമ്മാനം എന്താ? സ്വർഗം. പിന്നെ 5 നേരം ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. നിസ്കരിക്കുന്ന അല്ലാഹുവിന് നന്ദി കാണിക്കുമ്പോൾ സമ്മാനമായി അല്ലാഹു തരുന്നത് പാപമോചനം. നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പാപം അല്ലാഹു പൊറുക്കുകയാണ്. നിസ്കാരത്തിലൂടെ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ പൊന്നാര മകളോട് പറയുന്നു, യാ അബാ ഫാത്തിമ ഇൻ അറദത അൻ തൽഖാനി ഫഅഖ്സിറു സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഫാത്തിമ, നാളെ നിനക്ക് എന്നെ കാണണോ? നാളെ ഉപ്പാടെ നിനക്ക് കാണണോ? ഉപ്പാടെ കൂടെ നിനക്ക് നടക്കാൻ ആഗ്രഹമുണ്ടോ? സുജൂദുകൾ അധികരിപ്പിക്കണേ ഫാത്തിമ, സുജൂദ് അധികമായിട്ട് ചെയ്യണേ ഫാത്തിമ, ഒരുപാട് നിസ്കരിക്കണേ എന്ന് പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നോക്കുമ്പോൾ പള്ളിക്കകത്തൊരു മനുഷ്യന് സുജൂദിൽ കിടക്കുകയാ. ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യനോട് പറ സുജൂദ് ദീർഘിപ്പിക്കാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനെ അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്ക്, സുജൂദ് അധികരിപ്പിക്കാൻ, സുജൂദ് ദീർഘിപ്പിക്കാൻ. കാരണം എന്തെന്നറിയോ സഹോദരാ? പെട്ടെന്ന് ഒറ്റയ്ക്കൊക്കെ നമസ്കരിക്കുമ്പോ സുജൂദ് ദീർഘിപ്പിക്കണം. പെട്ടെന്ന് തലകുത്തി വീണിട്ട് എഴുന്നേക്കല്ലേ. ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അവൻ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ പൊഴിഞ്ഞ് താഴെ വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, നമസ്കാരത്തിൽ ഒരിക്കലും അലസത കാണിക്കരുത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത്. അത് എന്ത് ജോലിയാകട്ടെ, എത്ര വലിയ തിരക്കാകട്ടെ, എത്ര വലിയ ബിസിനസ് ആകട്ടെ, എത്ര വലിയ കാര്യമാകട്ടെ, അല്ലാഹുവേ, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു പരിപാടിക്കും നിങ്ങൾ അതിന് നിൽക്കരുത്, അതിന് നിങ്ങൾ തയ്യാറാകരുത്. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, കമ്പോളത്തിൽ ഒരു അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാ. കമ്പോളത്തിൽ ഒരു പ്രായം ചെന്ന അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു കോടീശ്വരനായ മനുഷ്യനുണ്ടല്ലോ, അടിമച്ചന്തയിൽ നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത്
അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. സൗന്ദര്യമാനായ ചെറുപ്പക്കാർ അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടപ്പോ ഒരു പണക്കാരൻ ചെന്നിട്ട് അവിടെ നിന്ന് വില പറഞ്ഞ് വിളിക്കുകയാണ്. അവിടെ നിന്ന് വില കൊടുത്ത് വാങ്ങുമ്പോ തന്റെ മുതലാളിയോട് അടിമ പറയുന്നു, ഞാൻ കൂടെ വരണമെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്. 3 കണ്ടീഷൻ ഉണ്ടെങ്കിലേ ഞാൻ വരാൻ തയ്യാറാണ്. പടച്ചവനെ ചോദിച്ചു, ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? അടിമ പറയുന്നു, യജമാനനോട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയും എനിക്ക് തരല്ലേ, എനിക്ക് നമസ്കരിക്കാൻ സമയം തരണം, 1 മിനിറ്റ് പോലും എനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അടിമയോട് യജമാനനോട് അടിമ പറയുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സമയം തരണം. അടിമ പറയാ യജമാനനോട് പറയുന്നു, എനിക്ക് 3 കാര്യമാ പറയാനുള്ളത്. 1, ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. കടയിൽ ജോലിക്ക് കയറുമ്പോ ആരാപ്പ പറയാ മുതലാളിയോട് ബാങ്ക് വിളിച്ചാ പള്ളി വിടണം? കടയിൽ ജോലിക്ക് പോയി ആരാ പറയാ മുതലാളിയോട് എനിക്ക് ജോലി വേണം, ജോലിയൊക്കെ തരാം, പക്ഷെ ജോലിയൊക്കെ കിട്ടും. ശരി, ഞാനിവിടെ ജോലിക്ക് കയറണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല. 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല, ബാങ്ക് വിളിച്ചാൽ എനിക്ക് നിസ്കരിക്കാൻ പോകണം. അടിമ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ബാങ്ക് വിളിച്ചാൽ എനിക്ക് നിസ്കരിക്കണം. യജമാനൻ സമ്മതിച്ചു. 2-ാമത്തെ കണ്ടീഷൻ എന്താ? രാത്രി ഞാൻ ഒരു ജോലിയും ചെയ്യൂല. രാത്രി ഒരു ജോലി ഞാൻ ചെയ്യൂല. രാത്രി കാലങ്ങളിൽ എനിക്ക് വേണം, പകല് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ, രാത്രി ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. യജമാനൻ സമ്മതിച്ചു. 3-ാമത്തെ കാര്യം എന്താ? എന്റെ റൂമിന്റെ അകത്ത് ഒരാളും കയറാൻ പാടില്ല. ഞാൻ കിടക്കുന്നത് എവിടെയാണോ അവിടെ ഒരാളും എന്റെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല. അങ്ങനെ സമ്പന്നനായ അടിമ യജമാനന് അടിമയെ കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള റൂം എടുത്തോളാൻ. ഈ ചങ്ങാതി ഇങ്ങനെ നടക്കാ യജമാനന്റെ കൊട്ടാരത്തിലെ മനോഹരമായ റൂമുകളുടെ ചാരത്തുകൂടെ പോയി അവസാനം വീടിന്റെ ചാരത്ത് ആർക്കും വേണ്ടാതെ ഒരു ചെറിയ റൂം അടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇത് മതി എനിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അടിമ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പോകും. രാത്രി കാലങ്ങളിൽ ജോലിയൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യജമാനനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ റൂമിന്റെ അകത്ത് കേറാൻ പാടില്ല. രാത്രി കാലമായാൽ യജമാനൻ കള്ളു കുടിച്ചിട്ട് പെണ്ണുങ്ങൾ ഉടുതുളി ഉരിഞ്ഞിട്ട് ഡാൻസ് ചെയ്യുകയാണ്. അവരുടെ കൂടെയാണ് പടച്ചറപ്പിനെ മറന്ന് ജീവിക്കുന്ന ഒരു യജമാനനാണ്. പടച്ചവനെ അവസാനം ഒരു ദിവസമുണ്ടല്ലോ, തന്റെ അടിമയുടെ റൂമിന്റെ അകത്ത് വല്ലാത്ത പ്രകാശം കാണുകയാണ്. തന്റെ കൊട്ടാരത്തിന്റെ മുകളിലൂടെ കള്ളു കുടിച്ചുകൊണ്ട് യജമാനൻ ഇങ്ങനെ നടക്കുമ്പോ തന്റെ അടിമയുടെ കൊട്ടാരത്തിൽ തന്റെ അടിമയുടെ റൂമിന്റെ അകത്ത് വല്ലാത്ത ഒരു പ്രകാശം. അടിമ പറഞ്ഞിരിക്കുന്നത് റൂമിന്റെ അകത്ത് കയറരുതെന്നാണ്, രാത്രിയിൽ ജോലി തരരുതെന്നാണ്. പിന്നെ എന്താണ് ഇവൻ ഇതിനകത്തിരുന്ന് ചെയ്യുന്നതെന്ന് നോക്കാ. വീടിന്റെ മുകളിലെ പലക എടുത്ത് മാറ്റിയിട്ട് അവിടത്തെ ഓടെടുത്ത് മാറ്റിയിട്ട് താഴേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അടിമ സുജൂദിൽ കിടക്കുകയാ. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, നാഥാ, പകല് ഒരുപാട് ജോലിയുള്ളത് കാരണം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല റബ്ബേ. പകൽ എനിക്ക് യജമാനൻ ഒരുപാട് ജോലി ചെയ്ത് കൊടുക്കണമല്ലോ, അത് കാരണം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഈ രാത്രി കിട്ടുന്ന സമയമേ ഉള്ളൂ പടച്ചവരെ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. സുജൂദിൽ കിടന്ന് കരയുകയാ. യജമാനം നോക്കുമ്പോ പടച്ചവരെ പകല് ജോലിയുള്ളത് കാരണം എനിക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഈ രാത്രി കിട്ടുന്ന സമയമേ ഉള്ള തമ്പുരാന് സുജൂദിൽ കിടന്ന് കരയുകയാണ്. യജമാനൻ അവിടെ തന്നെ ഇരുന്നു. അല്ലാഹുവേ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ ആ അടിമാതിന്റെ സുജൂദിൽ കിടന്ന് കരയുന്ന രംഗമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അത് വല്ലാത്ത ഒരു ലഹരിയാ ചെറുപ്പക്കാരാ. നമസ്കാരം ഒരു ലഹരിയാ മോരെ, നിസ്കാരം ഒരു ലഹരിയാ മോരെ. ആ നിസ്കാരത്തെ മനസ്സുകൊണ്ടങ്ങ് അതിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അത് റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണല്ലോ, അല്ലാഹുവിനോടുള്ള സംസാരമാണല്ലോ. അല്ലാഹുവേ, മഹാനായ
അബ്ദുല്ലാഹ് ഇബ്നു നസ്ർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ദാരിസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. അതാ രോഗം പിടിച്ച് മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ മഹാനായ യഹ്യ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാണാൻ പോവുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ദാരിസ് തങ്ങൾ കരയുകയാ, അവിടുന്ന് കരയുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദാദാ മഹാനായ യഹ്യ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ദാരിസ് തങ്ങളെ എന്തിനാ കരയുന്നത്? മരണത്തിനെ പേടിച്ചിട്ടാണോ? മരണമടുത്തത് കൊണ്ടാണോ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഒരിക്കലുമില്ല. ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവേ, ഇനി മുതൽ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ലല്ലോ, പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ സുഖം എനിക്കിനി അനുഭവിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ, എടാ സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകുന്നതിന്റെ പേരിലാണ് മഹാനായ ദാരിസ് തങ്ങൾ കരഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ, അതിനാ നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിലാണ്, ആ നമസ്കരിച്ച് കഴിയുമ്പോഴാണ് ഉമ്മ പ്രസവിച്ചതുപോലെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു സ്വർഗ്ഗം തരുന്നത്. അങ്ങനെ നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണമല്ലോ. അവസാനം യഹ്യ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ദാരിസ് തങ്ങൾ 2 വസിയത്താ കൊടുത്തത്. ഒന്നാമത്തെ വസിയത്ത് എന്തെന്നറിയോ? എനിക്കെന്ന് പറയാ, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഈ കിടക്കുന്ന പായും ആയിരിക്കുന്ന പാത്രവുമല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല. എന്റെ സമ്പാദ്യമെന്ന് പറയാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഈ ഇരിക്കുന്ന പാ, ഈ കടിക്കുന്ന പാത്രം, ഇത് മൂന്നുമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പാത്രവും പായയും സദഖ കൊടുക്കണേ, ഈ ഇരിക്കുന്ന പാത്രവും ഈ പായയും സദഖ കൊടുക്കണേ. എന്നിട്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഊരി മാറ്റരുത്, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഊരി മാറ്റരുത്. ഈ വസ്ത്രം ഇട്ടുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത്, ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കരഞ്ഞ് കണ്ണുനീര് വീണ വസ്ത്രമാ ഇത്. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷ തൊടില്ലല്ലോ, നരകത്തിന്റെ തീ തൊടില്ലല്ലോ, ഖബറിലെ മണ്ണ് തൊടില്ലല്ലോ. അതുകൊണ്ട് എന്നെ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ കഫം പൊതിയടേ. എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കാരം അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യമാ. അത് ചെയ്യുമ്പോ അല്ലാഹു തരുന്ന പ്രതിഫലം, നമ്മുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിച്ച പ്രതിഫലം എന്താണ്? നോമ്പ് പിടിച്ച നമ്മുടെ പാപം പൊറുക്കുകയാണ്, നോമ്പ് പിടിക്കുന്നവന്റെ പാപം പൊറുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന്റെ പ്രതിഫലം എന്താ? കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു അവനെ ശുദ്ധീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പടച്ച റബ്ബ് ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പാപം പൊറുക്കും, നിസ്കരിച്ച പാപം പൊറുക്കും, നോമ്പ് പിടിച്ച പാപം പൊറുക്കും, ഹജ്ജ് ചെയ്ത പാപം പൊറുക്കും, സക്കാത്ത് കൊടുത്ത പാപം പൊറുക്കും, സദഖ കൊടുത്ത പാപം പൊറുക്കും. എന്റെ പ്രിയമുള്ളവരെ, ഒളുവെടുത്ത പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യം ചെയ്താലും അല്ലാഹു പാപം പൊറുക്കും അതിലൂടെ. അത് റബ്ബ് നമുക്ക് തരുന്ന സമ്മാനമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഹൗലുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒറ്റ കാര്യം കൂടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു എന്തെങ്കിലും മുസീബത്ത് നൽകിയാൽ, അല്ലാഹു
എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകിയാൽ ആ പരീക്ഷണത്തിലൂടെയും നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ചവൻ എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകിയാൽ ആ പരീക്ഷണത്തിലൂടെയും അല്ലാഹു നമുക്ക് തരുന്നത് നമ്മുടെ പാപം പൊറുക്കണേ. കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ ആ മുള്ളു കൊള്ളുന്ന വേദനയ്ക്ക് പകരം അല്ലാഹു നിന്റെ പാപം പുറത്തു തരും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ ആ മുസീബത്തിലൂടെ റബ്ബ് നമ്മുടെ പാപം പൊറുക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് എന്തെങ്കിലും മുസീബത്ത് ഉണ്ടായാൽ ആ മുസീബത്തിലൂടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നു. അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ പാപി ആരാ പടച്ചവനെ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് പഠിക്കാൻ തരുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, നിന്റെ അടിമകളിൽ ഏറ്റവും വലിയ പാപി ആരാ? ഇങ്ങോട്ട് നോക്ക്, തിന്നുന്നതിനിടയിൽ മറന്നു പോകരുത്. മാസ്ക് ഒക്കെ ഊരി കളഞ്ഞാതി. എനിക്ക് നിങ്ങളെ കാണുമ്പോ ചിരിയാ വരണേ. ഈ മാസ്ക് ഇട്ടിരിക്കണ കാക്കാമാർക്ക് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഒറ്റ ഹദീസ് പറഞ്ഞിട്ട് നിർത്താം. എന്നിട്ട് വിചാരിക്കും മാസ്ക് വേണോ വേണ്ടയോ. മാസ്ക് ഇട്ടുകൊണ്ട് ചായ കുടിക്കരുത്. ഈ കുറെ നാട് വഴുതു പറയാതിരുന്നപ്പോ തൊണ്ടയൊക്കെ പോയി. ലൈബൊക്കെ പോകുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. നീ ഇങ്ങോട്ട് നോക്ക് നടക്കട്ടെ. അൽഹംദുലില്ലാ. ചെരുപ്പോടയിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഈ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാവി ആരാ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു പറയുകയാ, മൂസ എന്നെ തെറ്റിദ്ധരിക്കുന്നവനാണ്. അല്ലാഹു പറഞ്ഞു, മൂസ എന്നെ തെറ്റിദ്ധരിക്കുന്നവനാ. അവിടുന്ന് ചോദിച്ചു, അല്ലാഹുവേ, നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ? അല്ല, നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ? അല്ല, ആരാ പടച്ചവനെ നിന്നെ തെറ്റിദ്ധരിക്കുക? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു ഖൈറ് കൊടുക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അവർ ഇഷ്ടപ്പെടും. നല്ലതുപോലെ കേൾക്കണം. അല്ലാഹ് പറയാ, ഞാൻ എന്തെങ്കിലും ഒരു നന്മ കൊടുത്താൽ, ഒരു സന്തോഷം കൊടുത്താൽ അൽഹംദുലില്ലാ ഹാപ്പിയാ. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അതിലവര് നിരാശരാകും, അവർക്കത് ഇഷ്ടപ്പെടില്ല. അവരാണ് എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുക, എത്രയോ ഗൗരവത്തോടു കൂടി കാണുന്ന ഹദീസ്. ജനങ്ങളിൽ ഏറ്റവും വലിയ പാപി, അല്ലാഹു സന്തോഷം കൊടുക്കുമ്പോൾ വലിയ സന്തോഷം, പണം കിട്ടി, വീട് കിട്ടി, മക്കളുടെ വിവാഹമൊക്കെ നടന്നു, അൽഹംദുലില്ലാ റാഹത്ത് പറഞ്ഞു നടക്കും. രോഗമോ പരീക്ഷണമോ കടവോ ആയി കഴിഞ്ഞാൽ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനാണ് ഏറ്റവും വലിയ പാവി എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ, കൊറോണയ്ക്ക് മുമ്പ് വരെ കച്ചവടം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ലാഭം 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 ലാഭം. 5 മാസം ലാഭം ഇല്ലാതായപ്പം പോരാ. 5 മാസം നിന്റെ കച്ചവടത്തിലിടാ, എത്ര കാലം ലാഭം കിട്ടി? 5 മാസമല്ലേ കുറഞ്ഞുള്ളൂ. അത് നിന്നെക്കാളും കുറവുള്ള എത്രയോ പാവങ്ങൾ പൂട്ടിയിട്ട് പോയി. നിന്റെ കട ഇപ്പോഴും കച്ചവടം ഉണ്ടല്ലോ. അപ്പൊ അൽഹംദുലില്ലാ അല്ലേ പറയണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് എല്ലാവർക്കും കൊറോണയെ പേടി അല്ലേ? എല്ലാരും മാസ്കും ധരിച്ച് പേടിച്ചു പുറത്തിറങ്ങാതെ പള്ളിയിൽ പോലും വരാതിരിക്കുക. പള്ളിയിൽ പോയാൽ രോഗം വരും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ കൊറോണ രോഗത്തെ പേടിച്ചുകൊണ്ട്, കോവിഡിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന പള്ളിയിൽ പോലും വരാത്ത മുസ്ലിമേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പ്ലേഗ് രോഗമെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഈ കൊറോണയെ പോലെ ജനങ്ങൾ പേടിച്ചിരുന്ന ഒരു രോഗമാണ് പ്ലേഗ് രോഗം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, പ്ലേഗ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു ശിക്ഷയാണ്. പ്ലേഗ് രോഗമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഒരു ശിക്ഷയാണ്. റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവേ, അത് അല്ലാഹുവിനെ മറന്നു നടക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന ഒരു ശിക്ഷയാ. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മുഅ്മിനിന് ആ രോഗം പിടിപെട്ടു, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അത് വരും, അല്ലാഹു ഉദ്ദേശിക്കാത്തവർക്ക് അത് വരൂല. റസൂലുള്ള പറയുകയാണ്, ഒരു നാട്ടിൽ പ്ലേഗ് രോഗം വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് പോകാൻ
പോകാൻ പാടില്ല, നാട് വിടാൻ പാടില്ല. ഇതല്ലാഹു വരുമെന്ന് തീരുമാനിച്ചാൽ എനിക്ക് വരുമെന്ന് പറഞ്ഞ് ക്ഷമിച്ചുകൊണ്ട് ആരെങ്കിലും ആ നാട്ടിൽ ജീവിച്ചാൽ അല്ലാഹു അവന് പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു നാട്ടില് പ്ലേഗ് വന്നു കഴിഞ്ഞാൽ ഇത് പടച്ച റബ്ബിന്റെ ശിക്ഷയാണ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്കേ ഇത് വരൂ. നല്ലതുപോലെ കേട്ടോ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ഇത് വരൂ, അല്ലാഹു ഉദ്ദേശിക്കാത്തവർക്ക് ഇത് വരില്ല. ക്ഷമിച്ചുകൊണ്ട് ആരെങ്കിലും ആ നാട്ടിൽ കഴിഞ്ഞാൽ അവൻ അല്ലാഹു പ്രതിഫലം കൊടുക്കും. ഇനി ആർക്കെങ്കിലും ആ രോഗം വന്ന് മരണപ്പെട്ട അല്ലാഹു അവന് ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് കടന്നു വന്നപ്പോ ജനങ്ങൾക്ക് കുടുംബക്കാരുടെ വീട്ടിൽ പോകാൻ പേടിയാണ്, പള്ളിയിൽ പോകാൻ പേടിയാണ്, മറ്റൊരുത്തന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഹ് ചെയ്യാൻ പേടിയാണ്, മറ്റൊരാളുടെ ചാരത്ത് പോയി നിൽക്കാൻ പേടിയാണ്, നമസ്കരിക്കുമ്പോ അടുത്തടുത്തിരുന്ന് നിസ്കരിക്കാൻ പേടിയാണ്, കള്ളുഷാപ്പിൽ നിരന്ന് നിൽക്കുമ്പോ അകലമില്ല, ബസിന്റെ അകത്ത് യാത്ര ചെയ്യുമ്പോ അകലമില്ല, മാർക്കറ്റിൽ നിൽക്കുമ്പോ പേടിയില്ല, പള്ളിക്കകത്ത് വരുമ്പോ മാത്രം എന്തേ ഇത്ര ഭയം മുസ്ലിമേ? എങ്കിലൊരു ചരിത്രം പറയാ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാട്ടില് അതാ പടച്ചവനെ പ്ലേഗ് രോഗം ഇങ്ങനെ പടരുകയാ. നാട്ടുകാര് മുഴുവനും ഓടുകയാണ്. പ്ലേഗ് രോഗം വന്നപ്പോ ജനങ്ങൾ മുഴുവനും നാട് വിടുകയാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നാട് വിട്ടു പോകുന്നവരോട് ചോദിക്കുകയാ, നിങ്ങളെവിടെ പോകുകയാ? നിങ്ങളെവിടെ പോകുകയാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന അവസരമാ, അല്ലാഹു ഇത് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാ. എന്തിനാ നാട് വിടുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് പ്ലേഗ് രോഗം വന്ന് മരണപ്പെട്ട അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ, അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. പിന്നെ എന്തിനാ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് നാട് വിടുന്നത്? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പ്ലേഗ് രോഗം പടർന്നുകൊണ്ടിരിക്കുമ്പോ നാട്ടിൽ തന്നെ നിൽക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. തന്റെ രണ്ടാമക്കളെയും തന്റെ ഭാര്യമാര്, 2 ഭാര്യമാരുണ്ട്, ആ ഭാര്യമാരെ ഒരുമിച്ചിരുത്തിയിട്ട് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഷഹീദിന്റെ കൂലിയാണല്ലോ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. മഹാനവറുകൾ നോക്കുമ്പോ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ തന്റെ ആരോഗ്യവാന്മാരായ 2 മക്കളുണ്ടല്ലോ, ചെറുപ്പക്കാരായ യോദ്ധാക്കളായ 2 മക്കള് രോഗം വന്നിട്ട്, പ്ലേഗ് രോഗം വന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. വാപ്പ കാണാൻ പോവുകയാ. പ്ലേഗ് രോഗം പിടിച്ചു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ചോദിച്ചു, മക്കളെ, പരാതി വല്ലതുമുണ്ടോ? പ്രയാസം വല്ലതുമുണ്ടോ? മക്കളെ, ക്ഷമിക്ക്, അല്ലാഹു നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട ഷഹീദിന്റെ കൂലിയാ. അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പ്ലേഗ് രോഗം പിടിച്ച് മരണത്തോട് മല്ലടിക്കുന്ന മക്കളോട് പറയുകയാ, അല്ലാഹ് പറഞ്ഞത് തരും മക്കളെ, മക്കള് പേടിക്കണ്ട, ഷഹീദിന്റെ കൂലിയാ. പ്ലേഗ് രോഗം പിടിച്ച് മരിക്കാൻ കിടക്കുന്ന മക്കൾക്ക് സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സ്വർഗത്തിന്റെ വാക്കാ വാപ്പ പറഞ്ഞു കൊടുക്കുന്നത്. 2 മക്കളും മരണപ്പെട്ടു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, തന്റെ ഭാര്യമാർക്കും ഈ പ്ലേഗ് വന്നു. അപ്പോഴും തന്റെ ഭാര്യമാരോട് ചെന്ന്, പടച്ചവരെ, 2 ഭാര്യമാരുണ്ടായിട്ടും വേർതിരിവില്ല, 2 പേരോടും നീതിയായ രീതിയിലാണ് പെരുമാറുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല
തആല തന്റെ ഭാര്യമാരോട് യാത്ര പറയുകയാണ്. അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണ്. അവർക്ക് സ്വർഗം കിട്ടുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, 2 ഭാര്യമാരും അവിടെ നിന്ന് മരണപ്പെട്ടു. അവസാനം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അവിടുന്ന് തനിക്കും പ്ലേഗ് രോഗം വന്നിട്ട് ഈ ലോകത്ത് നിന്ന് ഷഹീദായി പോയെന്ന ചരിത്രം പറയുമ്പോ എന്തിനാ ഭയപ്പെടുന്നത്? വരാനുള്ളത് എവിടെ വെച്ചാണെങ്കിലും വരും. കള്ളുപിടിക്കാൻ ഭയപ്പെടല്ലോ വന്നേ, ബീവറേജ് പോയപ്പോഴല്ലേ വന്നേ, അല്ലാതെ പള്ളി വന്നപ്പോഴല്ലേ വന്നേ. ആ പോയാലും കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പേടിച്ച് നടക്കാതെ അള്ളാഹിനെ പേടിച്ച് ജീവിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയിലേക്ക് അടുക്ക്, തൗബ ചെയ്യും, മടങ്ങ്. ഇന്ന് കണ്ടവനെ നാളെ കാണാത്ത ദുനിയാവ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങി ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമർ റഹീമായ കരുണക്കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ പടച്ചവനെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരു മനുഷ്യനും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പണവും അധികാരവും സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളൊന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു താ റഹ്മാനെ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോൾ എല്ലാ പാപങ്ങളും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പെടാനെ വീടിൻ്റെ അകത്ത് കിടന്ന് വേദനിക്കുന്നത് കാണേണ്ട അവസ്ഥ നീ തരല്ലേ റഹ്മാനെ. അവരുടെ പൊരുത്തം നൽകണേ റബ്ബേ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് തമ്പുരാനെ. രോഗം തരുന്നവൻ നീയാണ് റബ്ബേ. അത് മാറ്റാനുള്ള കഴിവ് നിനക്ക് മാത്രമേ ഉള്ളൂ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. എല്ലാവരും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, എപ്പോൾ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ള ഒരു മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹു, ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മുസമ്മിൽ ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നന്മയ്ക്ക് അവർ കൂട്ടു നിൽക്കുന്നവരാ അല്ലാ. പ്രത്യേകിച്ച് പടച്ചവനെ പ്രസിഡന്റ് റബ്ബെ, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. സാരിഖൈ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പ്രായമുള്ള ഒരുപാട് പേര് വീട്ടിലാണ്, വരാൻ കഴിയാത്തവർ, അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഈ മഹല്ലിലെ സർവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നല്ല മരണവും നൽകണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ സഹോദരന്റെ പൊന്നാര
കുഞ്ഞിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആ പ്രയാസം മാറ്റിക്കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ പള്ളിക്ക് വേണ്ടി സദക്ക ചെയ്തവരുടെ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ലൈവിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ആ മക്കളുടെ ദഅവത്ത് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, കൂട്ടുകാരനെ പോലെ കൂടെ നടക്കുന്ന സുൽഫിയും സാജിദ് എന്ന ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, അവർക്ക് ഖൈറായത് നീ കൊടുക്കണേ തമ്പുരാനെ, മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ സർവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, ഷഫീഖ് എന്ന കൂട്ടുകാരൻ പടച്ചവനെ ഭാര്യ പ്രസവിച്ചു റബ്ബേ സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ അല്ലാ, അവന്റെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. റഫീഖ് എന്ന സഹോദരൻ അനുഗ്രഹിക്കണേ അല്ലാ, പിതാവിന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ, ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ, മംഗലാപുരത്തുള്ള ഇസ്മായിൽ എന്ന സഹോദരൻ അല്ലാഹുവേ, തന്റെ പൊന്നുമോള് സാറ എന്ന പൊന്നുമോക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ പൊന്നുമോളുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, മഞ്ഞപ്പിത്തം കരളിൽ ബാധിക്കുന്ന ഒരു സഹോദരൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു റബ്ബേ, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് സഹോദരിമാര് പരിശുദ്ധമായ ഖുർആൻ ഖത്തമോദിയവർ, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ ഈ പ്രഭാഷണം ലൈവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദഅവത്ത് ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. നിസാർ എന്ന കൂട്ടുകാരൻ പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു, എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നിന്റെ പള്ളിയുമായിട്ട് അടുപ്പിക്കണേ റഹ്മാനെ, ഒറ്റക്കെട്ടാക്കണേ തമ്പുരാനെ, പള്ളിയുടെ കാര്യത്തിൽ ഒന്നാക്കണേ തമ്പുരാനെ, ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഈ പള്ളിക്കകത്ത് കയറി പെട്ടെന്നൊന്ന് നിസ്കരിക്കാറുള്ള സൗകര്യം നീ ചെയ്തു തരണേ അല്ലാ. ഈ ദുആ സ്വീകരിക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കാണിക്കാൻ, ഭാര്യ മക്കളെ പോലും കാണിക്കാത്ത നിലയിൽ കൊണ്ടുപോയി കബറടക്കുന്ന അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഷാ എന്ന സഹോദരൻ ഹോസ്പിറ്റലിലാണ് റബ്ബേ, നീ എല്ലാം എളുപ്പത്തിലാക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവനെ. ഇങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാ. എൻ്റെ പിതാവിൻ്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഭാര്യയുടെ ഉപ്പ സുഖമില്ല റബ്ബേ, നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയെ നീ സാരിഹത്താക്കണേ പടച്ചവനെ. എൻ്റെ മക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തി തരണേ പടച്ചവൻ. ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നുപോയി, നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ പടച്ചവനെ. നല്ല മരണം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഉസ്താദേ, ഞങ്ങളെ മറക്കല്ലേ, ദുആ ചെയ്യലേ എന്ന വസിയത്തോടെ മണിക്കൂറുകളായി കാത്തിരിക്കുന്ന പാവങ്ങളുണ്ട് റബ്ബേ. അവരെ നീ കൈവിടല്ലേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ. അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അവർക്ക് മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. പ്രവാസികൾ
വളരെ പ്രയാസത്തിലാണ്, നീ കാക്കണേ പടച്ചവനെ. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നാട്ടിൽ രോഗങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്നു പടച്ചവനെ. ഞങ്ങളെ നീ കാക്ക് റഹ്മാനെ. ഞങ്ങളോട് കരുണ കാണിക്കൂ പടച്ചവനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കൂ പടച്ചവനെ. ഇതൊന്നും മാറ്റിത്താ റഹ്മാനെ, ഇതൊന്നും മാറ്റിത്താ പടച്ചവനെ. അള്ളാഹുവെ, നിന്റെ പള്ളിയിൽ പങ്കെടുത്ത, ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരാൾക്ക് പോലും നീ രോഗം നൽകല്ലേ അല്ലാ. ഞങ്ങൾ കാരണം നിന്റെ പള്ളി അടച്ചിടുന്നൊരവസ്ഥ വരുത്തല്ലേ റബ്ബേ. അള്ളാഹു, നീ അങ്ങനൊരവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ പടച്ചവനെ. നീ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹു, ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇത് അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഇത് അവസാന മജ്‌ലിസ് ആക്കല്ലേ അല്ലാ. അള്ളാഹുവെ, ഇന്ന് ഇവിടെ നിന്നും പിരിഞ്ഞു നാളെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ച ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ. തൗബയാക്കണേ പടച്ചവനെ. ഈ ചായയും ഭക്ഷണവും കൊടുത്ത എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്.